ഞാൻ ഇന്നലെ കൊച്ചിൻ എയർപോർട്ടിൽ സിജോനെ റിസീവ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അഖിൽ മാരാറിൻ്റെ ഒരു ലൈവ് കണ്ടു. 1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ചുമ്മാ സെൽഫ് അടിക്കും അളിയൻ. സെൽഫ് അടിയാണ് അളിയൻ്റെ മെയിൻ പരിപാടി. ഞാനാണ് രായാവ്, ഇനി വേറെ രായാവ് പാടില്ല. സീസൺ 5 രായാവ് ഉണ്ടായത്, സീസൺ 6 ഇതുവരെ രായാവ് ഇല്ല, അതുകൊണ്ട് വേറെ ആരും രായാവാൻ ഞാൻ വിടില്ല. എന്താകില്ലേ? ഓക്കെ, അഖിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഖിൽ തന്നെ ഇനി അതിൻ്റെയൊക്കെ വള്ളി അഖിൽ തന്നെ പിടിച്ചിട്ട് പോവാം. അഖിൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട് ഈ ലൈവിൽ. അത് എന്നെ റിലേറ്റഡ് ആവുമ്പോൾ അതിലെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി അന്ന് ഉണ്ണിമൂന്നൻ റിലേറ്റഡ് ആയിട്ടുള്ള സീനിൽ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഞാൻ ചുമ്മാ അന്നവിടെ ഇരുന്ന് ചിരിച്ച്. കാരണം എന്താ പറയുക, ഒരു വള്ളി അന്തവും മുന്തോ ഇല്ലാതെ വന്നിരുന്നിട്ടാണ് അഖിൽ മാരാർ ഒരു സൈഡിൽ, അപ്പുറത്ത് ഏതോ സിയാദ് കൊറക്കറ അങ്ങേരെങ്ങാണ്ട് വന്നിരുന്നിട്ട് അങ്ങേര് വന്നിരുന്ന് എന്തൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗതി ഈ പറഞ്ഞ തള്ളുകൾ കേട്ട് ചിരിച്ച് ഒരു വഴിക്കായി ഞാൻ സൈഡായി. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ ഇപ്പുറത്തും ഭൂലോക കോമഡി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒരുത്തൻ അപ്പുറത്തും. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം FBയിൽ ഒരു മാരക പോസ്റ്റ് ഇട്ടു. മാരക പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഏതോ ചാര സംഘടനയുടെ IT സെൽ തലവനാണെന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടു. നമ്മളൊക്കെ വീട്ടിൽ അമ്മയും വീട്ടുകാരും കൂട്ടക്കാരൊക്കെ ഇല്ലേ, ഇത് കണ്ടതോട് കൂടിയിട്ട് ഞാനേതോ ഭീകരവാദിയെന്ന് വിചാരിച്ച് വീട്ടിൽ ഭയങ്കര സീനായ ടൈമിൽ ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നത്, ഞാനും അഖിൽ മാരാരും തമ്മിലുള്ള റിലേഷൻ. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻ മാത്രം കൊണ്ട് നടക്കുന്ന ഒരുതരം എന്താ പറയുക, വളരെ സെൽഫ് അടിച്ചുകൊണ്ട് പോകുന്നത്. ലൈഫിൽ തന്നെ ഒറ്റത്തീറ്റി എന്ന് പറഞ്ഞൊരു സാധനമുള്ള ഒരുത്തനാണ് ഇവൻ. അതുകൊണ്ട് ഞാൻ ഇത്ര കാലം പറയണമെന്ന് വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു ചങ്ങാതി. കാരണം ആ സീസൺ, അതായത് അഖിൽ മാരാർ വന്ന സീസൺ 5, ആ സീസൺ 5 ഓഡീഷനും സാധനങ്ങളൊക്കെ നടന്ന ടൈമിൽ നമുക്ക് ഞാനും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ 1-2 സീസണായിട്ട് ഞാൻ ഓഡീഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെയും ഓഡീഷൻ്റെ ഭാഗമായിട്ട് വിളിച്ചിട്ടുണ്ട്. അത് ഇവനും അറിയാം. അപ്പോൾ ലാസ്റ്റ് ഈ ഉണ്ണിമൂന്തൻ സീക്രട്ട് ഏജൻറ്റ് ഇഷ്യൂവിൽ കയറി നിന്ന് ആപ്പ് വെച്ചുകൊണ്ടാണ് അഖിൽ മാരാർക്ക് അതിനൊരു ചാൻസ് കിട്ടി തന്നെ. ആ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പൊത്തിൽ പോയി ഇട്ട് കൊടുത്തു എന്നൊക്കെ അഖിൽ മാരാർ അന്ന് എന്നോട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്താണെങ്കിലും അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണ ഞങ്ങളെ പേഴ്സണൽ ടോക്കാണല്ലോ. അപ്പോൾ ഞങ്ങളന്ന് പേഴ്സണൽ ടോക്ക് ഉണ്ടായിരുന്നു. കാറിൽ പോണ സമയത്ത് മണിക്കൂറുകളോളം നേരം, ഫോൺ വിളിക്കുമ്പോൾ മണിക്കൂറുകളോളം നേരം. സോ അവൻ്റെ താളമണ്ടിയും അഖിൽ മാരാറിൻ്റെ അന്നത്തെ അഖിൽ മാരാർ എന്താണെന്നോ, അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കാര്യം നടക്കുന്ന സമയം വരെയുള്ള ഒരു 10-30 ദിവസത്തെ അഖിൽ മാരാർ എന്താണ്, അത് രായാവല്ല, രായാവ് ആവുന്നതിന് മുമ്പുള്ള അഖിൽ മാരാർ എന്താണെന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അന്ന് ഫോണിൽ കൂടിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഇതേപോലെ എന്താ പറയുക, നമ്മളാ ഒരു ഫ്രണ്ട്സ് സാധനം ഉണ്ടല്ലോ. അതായത് എനിക്ക് അങ്ങനെയാണ്, ഒരാളായിട്ടൊരു വൈബ് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ആ വൈബിൽ സംസാരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അഖിൽ മാരാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് വീടിനകത്ത് കയറിയ ടൈമിൽ അത് വേറൊരു സംഗതിയായിരുന്നു. അത് ഞങ്ങൾ പേഴ്സണൽ ടോക്ക് ആകുമ്പോൾ ഞാൻ തന്നെ അവനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ തന്നെ എല്ലാം ഒന്ന് റിവീൽ ചെയ്യുന്നില്ല. അവൻ തന്നെ വന്ന് പറയട്ടെ. ഞാൻ തന്നെ പറഞ്ഞേ, എനിക്കൊരു ചാൻസ് കിട്ടേണ്ട ടൈമാണ്. നീ അതിനകത്ത് കളിക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് എനിക്ക് ഇട്ട് അടിച്ചാൽ ചിലപ്പോൾ എന്നെ വയൽക്കാടായിട്ട് വിളിക്കാൻ ചാൻസ് കാണാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പുറത്തുനിന്ന് എനിക്കിട്ട് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ കൊല്ലം കോൾ വന്നതുമായിരുന്നു. പിന്നെ അതങ്ങനെ തട്ടിപ്പോയി. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടായിരുന്ന ജുനൈസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജുനൈസിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെ വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ ആ സീസൺ അങ്ങനെ എൻ്റെ ഇത് വിട്ടു. കഴിഞ്ഞപ്പോഴാണ് ഓരോരോ മത്സരാർത്ഥികൾ വന്നിട്ട് അഖിലേട്ടൻ ഫോൺ എടുക്കാറില്ല, അഖിലേട്ടൻ വിളിക്കാറില്ല. ഞാനിവനെ ആകെ കണ്ടത് പിന്നെ വാലാട്ടീൻ്റെ ഒരു പ്രീമിയർ ഷോന് പോയപ്പോൾ അവിടുന്ന് കണ്ടു. എൻ്റെ പൊന്നെ, എന്താണ് അഖിലേട്ടൻ, അഖിലേട്ടനായത്. എനിക്ക് അന്ന് മനസ്സിലായി ഇവൻ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോവും, എങ്ങനെയും നിൽക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അന്നാണ് എനിക്ക് സംഗതി മനസ്സിലായത്. പിന്നെ ഒരു വട്ടം ഞാൻ ഈ സീസണിൻ്റെ ടൈമിൽ തുടക്ക സമയത്ത് ഞാൻ ഒരു വട്ടം ഒന്ന് വിളിച്ചു നോക്കി. അയ്യോ ആശാൻ വാട്സാപ്പ് കോൾ മാത്രമേ എടുക്കൂ, സാധാ കോൾ എടുക്കൂല, അങ്ങനത്തെ വേറെ പരിപാടികളാണ്. അതായത് സ്വയം പ്രഖ്യാപിത രായവായിട്ട് നടക്കുകയല്ലേ, നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ വിളിക്കാനോ വർത്താനം പറയാം. കാരണം ഞാനങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വൈബായിട്ട് ഒരാൾ, അല്ലെങ്കിൽ എന്നോട് വളരെ കാഷ്വലായിട്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരാൾ പിന്നെ പെട്ടെന്ന് മുഖം മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ സൈഡാക്കും. എനിക്ക് താല്പര്യമില്ല പിന്നെ അങ്ങോട്ട് സംസാരിച്ച് പോകാനൊന്നും. പിന്നെ ആ ഒരു സീസൺ ഒരു ഗെയിം കഴിഞ്ഞ് ഞാൻ ഗെയിം കഴിഞ്ഞു. പിന്നെ ഞാൻ എടുത്ത് തലയിൽ വെച്ച് കൊണ്ട് നടക്കാറുമില്ല, ഞാനത് പേഴ്സണലി എടുത്ത് പോകാറുമില്ല. ഈവൻ റോബിനോട് ചോദിച്ചാലോ, റോബിനും ഞാനും ആണെങ്കിലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും റോബിനും ഞാനും ആണെങ്കിലും മച്ച എന്ന് പറഞ്ഞ് നിൽക്കും. ഓക്കെ, അത് വേറൊരു സൈഡ്. അപ്പോൾ അഖിൽ മാരാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അഖിൽ മാരാർ പറഞ്ഞ 1-2 സാധനങ്ങളൊക്കെ കണ്ടു. ഈ അഖിൽ മാരാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചങ്ങാതി
ഒരു 1.5 മണിക്കൂറൊക്കെ ലൈവ് ഇട്ടിരുന്ന് പറയും. ഞാനാണ് വായ്ത്താളത്തിൽ ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ വായ്ത്താളത്തിൽ അപ്പനായിട്ട് വരും അഖിൽമാരാർ. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ മനുഷ്യനല്ലേ ഇപ്പം പറഞ്ഞ കാര്യം ചിലപ്പോൾ അപ്പം പറയുമ്പോൾ അത് വ്യത്യാസം കാണും. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റിൽ 1.5 മിനിറ്റ് മുന്നേ പറഞ്ഞ കാര്യം തന്നെ മാറ്റിയിട്ട് അടുത്തൊരു 30 സെക്കൻഡ് ഇവ മാറ്റി പറയും. ആ റേഞ്ച് സാധനമാണ്. പക്ഷേ ഇവൻ്റെ ഇടയിൽ നാട്ടുകാർക്ക് അത് മനസ്സിലാവാതെ പോണു എന്നുള്ളതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഇവൻ്റെ ഒരു വിജയം. ഓക്കെ, ഇവന് ഒരു ഫീൽഡും നടക്കൂല. ബിഗ് ബോസ് ഈസ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു പൊളിറ്റിക്സ് കളിക്കേണ്ട സ്ഥലമായതുകൊണ്ട് അവിടെ വൃത്തിയായിട്ട് പൊളിറ്റിക്സ് കളിച്ചിട്ട് പോയി. ഇനി രാഷ്ട്രീയത്തിലേക്ക് ഏതെങ്കിലും പാർട്ടിക്കാർ കൂട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുകയുള്ളൂ ഈ തുണിന്ന് ആ തുണിക്ക്, ആ തുണി ഈ തുണിക്ക് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും പാർട്ടിക്കാർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അളിയ അവിടെ തന്നെ നിന്നോ, വേറെ ഒന്നും നടക്കൂല അളിയ. ഓക്കെ, അല്ലെങ്കിൽ ഇറങ്ങിയ പാടെ കുറേ നടത്തേണ്ടതായിരുന്നല്ലോ, ഒന്നും നടന്ന് കണ്ടില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുകയാണ് നല്ലത്. നല്ല രാഷ്ട്രീയക്കാരനുള്ള ഭാവിയും കാണുന്നുണ്ടെങ്കിലും കൂടുതലൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും അഖിൽമാരാർക്ക് ചൊറി ഭയങ്കര കൂടുതലായിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ അകത്തിരുന്നപ്പോഴും കുറച്ചധികം ചൊറിഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, കണ്ടു. പുറത്തിറങ്ങിയ സമയത്ത് അഖിൽമാരാറിനെ കുറിച്ചൊരു കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വൃത്തിയായിട്ട് മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അഖിൽമാരാർ പറഞ്ഞതിനെക്കുറിച്ച് എനിക്കൊരു അറിവുമില്ല, ഞാൻ കണ്ടിട്ടില്ല. അഖിൽമാരാർ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണ് അഖിൽമാരാർ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അഖിൽമാരാരോട് നിങ്ങൾ ചോദിക്കണം. അഖിൽമാരാർ കപ്പടിക്കാൻ കാരണം അങ്ങനെയായിരുന്നു. ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു മനുഷ്യനുണ്ട്. അത് വെച്ചിട്ട് ഈ സംഗതി തിങ്ക് ചെയ്യണം. നീയും ഇറങ്ങി വന്ന അതേ സ്റ്റേജിലാണ് ഞാനും അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. നമുക്ക് പുറത്ത് എന്താണെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഫോൺ കിട്ടി നെക്സ്റ്റ് ഡേ നമ്മൾ പോരുകയാണ്. ഒരൊറ്റ ഓവർനൈറ്റ് കൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റില്ല. മീഡിയാസ് വന്ന് ചോദിച്ചു, 1-2 സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാണാത്തതുകൊണ്ട് ഞാൻ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എവിടെയാണ്? ഇത് ഞാൻ 1-2 വട്ടം ചോദിച്ചതിന് ശേഷമാണ് ഞാനതിനൊരു റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആളിന് ഭയങ്കര ഹേർട്ടായി തോന്നുന്നു. അപ്പോഴത്തേക്കും രാജാവിനെ ഇളകി, രാജാവ് കൊമ്പും കോലൊക്കെ ആയിട്ട് വന്നൂടെ. വായ്ത്താളം അടിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റൂടെ, മനസ്സിലായോ? വായ്ത്താളത്തിന് വലിയ കുറവൊന്നുമില്ല, ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നീ കളിച്ച പോലെ തന്നെ എനിക്ക് കളിക്കണമെന്നില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കളി മാറ്റാൻ ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നേ. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇൻട്രോ കണ്ടു കാണില്ല, എൻ്റെ AV പലരും കണ്ടു കാണില്ല. ഞാൻ കുറേ യൂട്യൂബ് ചാനലിലും കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എക്സ്പെക്റ്റേഷൻ എന്നുള്ളത്. നിങ്ങൾ മക്കളെ മറ്റേ ലാലേട്ടൻ എന്നെ സ്റ്റേജിൽ വിളിച്ച സമയത്ത് ഞാനൊരു AV കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ആരും എടുത്തു പിടിച്ച് നോക്കിയതോ കണ്ടോന്നും ഞാൻ കണ്ടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സീക്രട്ട് ഏജൻറ്റിനെ ആവും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സായി കൃഷ്ണനെയാണ്. സായി കൃഷ്ണൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾ കാണാൻ പോണേ. എൻ്റെ പേഴ്സണൽ ലൈഫിന് ഞാൻ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ എവിടെയും ഇപ്പോഴും പറയും, സന്തോഷത്തോടു കൂടി പറയും. എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയതിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ് സായി കൃഷ്ണൻ എന്നുള്ള ഐഡൻറ്റിറ്റി. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ആ സാധനം ഒന്നുകൂടി ഇട്ട് തരാം, കാണും. ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ, മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. പലർക്കും സായി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ അറിയില്ലായിരിക്കും. സീക്രട്ട് ഏജൻറ്റ് എന്നാണ് എൻ്റെ യൂട്യൂബ് പ്രൊഫൈൽ നെയിം. ആണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തേക്ക് പോകുന്നത് സീക്രട്ട് ഏജൻ്റ് അല്ല, സായി കൃഷ്ണനാണ്. സോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ കുറച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സായി കൃഷ്ണനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എന്താണെന്നുള്ളത് ഇവിടെ റിവീലാവും. സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണെന്നുള്ളതും, ആ സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്രയും കാലം ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം റിയൽ ലൈഫിലേക്ക് കയറിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത് സെൽഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു മോട്ടീവായിരുന്നു എൻ്റെ മെയിൻ കാര്യം. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര പേർക്ക് അത് കൺവേ ആയിട്ടും നിങ്ങളെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് നീ അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് ഐ എം വെരി ഹാപ്പി. ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഇത് ഞാൻ വെക്കാൻ കാരണം ഇപ്പോഴും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ വെക്കാനും കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, റിയൽ ലൈഫിൽ യു ആർ ഗോയിങ് ടു സീ സീക്രട്ട് ഏജൻറ്റ്. അത് വളരെ ശക്തിയായിട്ട് ഓരോ ദിവസം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ സീക്രട്ട് ഏജൻറ്റിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കിക്കോ, ഡബിൾ പവർ ആയിരിക്കും. ഓക്കെ, ഇനി അഖിലിലേക്ക് പോവാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ പൊതുവെ ഈ സീസൺ അധികം കണ്ടിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റും വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഒരു ഗെയിമിനെ പ്രോപ്പറായിട്ട് വിലയിരുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആരാണ് മികച്ച മത്സരാർത്ഥി എന്ന അഭിപ്രായം പറയാനോ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഗെയിം കണ്ടിട്ടില്ല, മത്സരാർത്ഥികളെ കുറിച്ച് അറിയില്ല. ഈ സീസൺ അവിടെ ഇവിടെയും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയും വന്നത് കണ്ട അല്പബുദ്ധി വെച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് വായ്ത്താളം അടിച്ച മിസ്റ്റർ മാരാർ,
നിന്റെ തട്ട് താന്നതല്ല, ഇതിൽ പൊങ്ങുക നിന്റെ തട്ട് ചെയ്തേ. നീ തന്നെ പൊക്കി. ഒരു സൈഡിൽ നീ പറയുന്നത് നീ സീസൺ കണ്ടിട്ടില്ല, നിനക്ക് ആരെക്കുറിച്ചും അറിയില്ല. കാരണം നിന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ സീസണിൽ ആര് കപ്പടിക്കും, ആർക്ക് കപ്പടിക്കണം, അല്ലെങ്കിൽ ഇതിന് നിന്റെ ഫേവറേറ്റ് ആരാണ്? നിനക്ക് പറയാൻ വയ്യടേ. അപ്പോൾ നീ മറ്റേ ഡിപ്ലോമാറ്റിക് സാധനം, അതാ ഞാൻ പറഞ്ഞത്. നിനക്ക് രാഷ്ട്രീയത്തിൽ പോയാൽ നടക്കും. ഇവിടെ അത് പറയും, ഇപ്പുറത്ത് വേറെ പറയും. 5 മിനിറ്റ് 2 സെക്കൻഡ് കൊണ്ട് മാറ്റി പറയും. കില്ലാടിയടേ. എനിക്ക് ആദ്യം മനസ്സിലായതാണ്. പിന്നെ ഞാൻ എന്താ അറിയോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. നമ്മളോട് എങ്ങനെയെന്നുള്ളതല്ലോ. പിന്നെ നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ ഓക്കെ നമ്മളെ ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്യാത്ത ആൾക്കാരെ ഞാൻ അങ്ങനെ ഒഴിവാക്കി കളയും. അങ്ങനെ ഒഴിവാക്കിപ്പോയൊരു പീസാണ് നീ. പക്ഷെ നിൻ്റെ ഈ അടി നാട്ടുകാർ മനസ്സിലാക്കണ്ടേ? ഒരേ ലൈവിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ എന്ന് പറയും, പിന്നെ വേറെ പറയുന്ന കുമ്പിടി. നീ സമ്മതിച്ചു തന്നോടെ ഞാൻ നിന്നെ. അപ്പോൾ നീ എന്താണെങ്കിലും ഇതിപ്പോൾ പറഞ്ഞല്ലോ, ആദ്യ ലൈവിൽ ഇതാണ് പറഞ്ഞത്. അത് ഡിപ്ലോമാറ്റിക് സാധനം അവിടെ പിടിക്കേണ്ടിയിരുന്നു. എന്നിട്ട് ഇതിനിടയിൽ കൂടി ഒരു അടി അടിച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഈ ലൈവ് കണ്ടവർക്ക് അറിയാം. ജാസ്മിനെ കുറിച്ച് ഒന്ന് പൊക്കി വിട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ വേണ്ടടേ. ചുമ്മാ എന്തിനാ വെറുതെ നമ്മൾ വേണ്ട പോട്ട് കഴിക്കുക. എന്താണെങ്കിലും ആരെക്കുറിച്ചും ഒന്നും അറിയില്ല. അണ്ണനൊന്നും കണ്ടിട്ടില്ല. രായാവ് ഈ സീസണിൽ ഒരു സാധനം കണ്ടിട്ടില്ല. ആരെ ഗെയിമിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി പറയുന്നത് കേട്ടോ. ഈ വായ്ത്താളത്തിന്റെ അങ്ങേ അറ്റമായ സായി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് എന്താണ് ഏതാണ് ഏത് രീതിയിലാണ് അവൻ അവിടെ നിന്നതും പിടിച്ചതും ഒക്കെ എല്ലാവരും കണ്ടതുമാണ്. സമൂഹം മുഴുവൻ അവനെ പരിഹസിച്ചതും എല്ലാവരും കണ്ടതാണ്. ഈവൻ അവനെ ഇന്നലകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലും അവനെന്ന് പറയുന്ന ഒരാളുടെ കഴിവില്ലായ്മയിൽ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഗുണവധികാരവും അകത്തുള്ള പ്രവൃത്തിയും എല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് താളമടി ഒരു അല്പം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. താളമൊക്കെ അടിക്കാമായിരുന്നു, കുറച്ചൊക്കെ താളം അടിക്കാമായിരുന്നു. എന്തെങ്കിലും കൊള്ളാവുന്ന 1 മിനിറ്റ് കണ്ടെങ്കിലും അവന്റെ എന്ന പേരിൽ പുറത്ത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ താളമടിക്ക് ഒരു ഇച്ചിരിയെങ്കിലും, അതായത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ 1 മിനിറ്റ് അല്ലടേ, എൻ്റെ എൻറ്റയർ സീസൺ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഇതിലും വലിയൊരു പോസിറ്റീവ് ഇല്ല മാൻ. ഞാൻ റെക്ടിഫൈ ചെയ്ത കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളും സായി കൃഷ്ണൻ ഈസ് വെരി ഹാപ്പി. പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മമാരും കുട്ടികളും വരുമ്പോൾ ആ ഹാപ്പിനെസ് നിനക്ക് അറിയില്ല. നിന്നെപ്പോലെ കണ്ണട ഇട്ട് മറ്റേ 2 ടാറ്റ കൊടുത്ത് ജാട പിടിച്ച് നടക്കുന്ന സ്കീം അതല്ല റിയൽ ലൈഫിന് വേണ്ടേ. നീ റിയൽ ലൈഫും ഫേക്ക്. നിന്റെ ഞാൻ പണ്ടുണ്ടായിരുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ അഖിൽമാരായിരിക്കുന്നത്. എവിടെയൊക്കെ പൊങ്ങച്ചം കാണിക്കാൻ പറ്റുമോ ആട്ടി അടിച്ച് എല്ലായിടത്തും പൊങ്ങച്ചം കാണിച്ച് എല്ലാം. എന്തിനടേ നിലത്ത് വാടേ, എന്തിന്? ഞാൻ അങ്ങനെ മതിയായിട്ട് ഇട്ടിട്ട് പോയ ഒരുത്തനാണത്, മനസ്സിലായോ? ആ ലെവലിൽ നിന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. കാരണം നമുക്ക് എൻഡ് ഓഫ് ദ ഡേ വരുന്ന സമയത്ത് അത്രേ ഉള്ളൂ ഇവിടെ നമുക്ക്. പറയുമ്പോൾ വൻ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയാൻ നല്ല കാര്യമില്ല. നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യണം. ഞാൻ ആ റെക്ടിഫൈ ചെയ്യുന്ന സാധനത്തിലാണ് പോയേ. എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ മാറ്റി എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ എന്താണെന്നുള്ളത് തിരിച്ചു പിടിക്കാൻ പോയി. അത് ഞാൻ കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് വന്നു. അവിടെ എനിക്ക് 10 പേരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് 1 മിനിറ്റ് എൻ്റെ 1 മിനിറ്റ് ഫൂട്ടേജ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം നീ ഈ സീസണേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചവനാ. എന്നിട്ട് ഇപ്പം എൻ്റെ 1 മിനിറ്റ് ഫൂട്ടേജ് ഉണ്ടോ നീ അപ്പം എൻ്റെ ഈ സീസൺ കാണാതെ എൻ്റെ ഫൂട്ടേജ് നീ എവിടെ നിന്ന് കാണൂടെ? അപ്പം അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ സീസൺ കണ്ടിട്ടില്ല, ഞാൻ FBയിലോ റീലിലോ മാത്രം കാണുന്നു, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന് നേരത്തെ പറഞ്ഞതിന് ഇപ്പുറത്ത് വന്നിട്ട് പറയാം വായ്ത്താളത്തിൻ്റെ അപ്പോസ്തലനായ സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് അതിനകത്ത് പോയി എന്ത് കാണിച്ചു, അങ്ങനെ കാണിച്ചു. സംഗതി എനിക്ക് കപ്പ് കിട്ടിക്കാണും. എനിക്കും കിട്ടിയടേ. ഞാനും എടുത്തു വെച്ചിട്ടുണ്ട് മണി ബോക്സ്, കല്ല്, കുറേ ഒന്നുമില്ല. ഫുൾ മറ്റേ ഫിസിക്കലി ആ ലെവൽ വരെ എത്തിയിട്ട് അവിടെയും TTFൽ ടിക്കറ്റ് ഫിനാലയിൽ 2nd പൊസിഷനിൽ ഉണ്ട് സായി കൃഷ്ണൻ. മനസ്സിലായ? ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ്. അതെൻ്റെ ഒരു സംഗതി. അതായത് ഇനി ഞാൻ ചെയ്യാൻ തോന്നി ഞാൻ ചെയ്തു, എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നീ എന്ത് ചെയ്തു, നിൻ്റെ 1 മിനിറ്റെങ്കിലും ഉണ്ടോ? നാട്ടുകാരെ 1 മിനിറ്റ് കാണിക്കാനാണോ? അപ്പം നീ അപ്പം എത്ര കാലം ബിഗ് ബോസിനകത്ത് പോയിട്ട് നാട്ടുകാരെ മറ്റേ നിനക്ക് അങ്ങനെ ആവാടെ? നീ നാട്ടുകാരെ പ്രീതിപ്പെടുത്തി അങ്ങനെ ചെയ്യാനാണെങ്കിൽ അത് നിൻ്റെ ഗെയിം. ഞാൻ അതിലൊരു കുറ്റം പറയുന്നില്ല. അങ്ങനെ ഗെയിം കളിക്കുന്നവർ കളിച്ചോട്ടെ, അത് ഗെയിമാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. ഞാൻ അപ്പോഴും പറയുന്നു, ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞാനിത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി എന്നുള്ളത്. അതിൽ ഞാൻ പ്രൗഡാണ്. ഓക്കെ മാൻ. ആദ്യം നീ സീസൺ മൊത്തം കാണും, മനസ്സിലായ? നീ ആദ്യം ഈ സീസൺ മൊത്തം കാണും. അല്ല ചുമ്മാ ഇരുന്നിട്ട് നിന്നെക്കുറിച്ച് ആരോ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചാടിക്കുത്തി വാളുമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ എനിക്ക് ഓപ്പോസിറ്റിൽ നിന്ന് ജുനൈസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജുനൈസിന്റെ 10-1 അയൽപ്പക്കത്ത് പോലും കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി പോലും അല്ല സത്യത്തിൽ സായി.
അയ്യോ, ജുനൈസിൻ്റെ ഗെയിം നീ കണ്ടു, ഓക്കെ, ജുനൈസിന് നീ അകത്തിരുന്ന് നീ കണ്ടു. ജുനൈസ് കിടിലൻ ഗെയിമാണ് കളിച്ചത്. എനിക്ക് നിൻ്റെ ഗെയിമിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ജുനൈസിൻ്റെ ഗെയിം ആയതുകൊണ്ട് ഞാൻ ജുനുവിനെ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തു. ഞാൻ ജുനു സപ്പോർട്ട് ചെയ്യാൻ കാരണം എനിക്ക് ആ കൈൻഡ് ഓഫ് ഗെയിമാണ് ഇഷ്ടം, മനസ്സിലായ? പിന്നെ നീ ഇപ്പോൾ പറയുന്നു ജുനൈസിനെ 10 വശത്ത് 10 അയൽവക്കത്ത് കൊണ്ടുവരാൻ പറ്റില്ല സായി കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. നീ ഗെയിം കണ്ടാടേ ഗെയിം, നീ കണ്ടാ ഗെയിം? നീ അപാര നുണയനായി പോകുന്നുണ്ട് കേട്ടോ, ബാഡ് ബോയ്. നീ ഒരു നാവുകൊണ്ട് നീ അവിടെ ഇരുന്ന് ഗെയിം കണ്ടില്ല എന്ന് പറയും, ഇപ്പുറത്ത് വന്നിരുന്നിട്ട് നീ ജുനൈസിനെ നീ ഇക്വേറ്റ് ചെയ്യും. നീ കംപ്ലീറ്റ് ഗെയിം കണ്ടാടേ നീ 2 വർഷം ഇങ്ങനെ പച്ചനുണ വിളിച്ച് പറയുന്നവനെ ഞാൻ എന്ത് പറയുന്ന ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഗെയിം കണ്ടില്ല എന്നും പറയും, പിന്നെ ഇപ്പുറത്ത് വന്നിരുന്ന സായി കൃഷ്ണൻ്റെ ഗെയിം കണ്ടു അത് കൊള്ളില്ല എന്നും പറയും. നീ എന്നെ കാണാൻ വേണ്ടി മാത്രമാണോ നീ ബിഗ് ബോസ് ഇരുന്ന് കണ്ടത്? നീ കണ്ടില്ല എന്നും പറഞ്ഞു, ഇനിയിപ്പം കാണാതെ നീ ഇപ്പോൾ സായി കൃഷ്ണൻ്റെ ഗെയിം എനിക്ക് മനസ്സിലാവില്ലല്ലോ. 1 മിനിറ്റ് ഫുട്ടേജിനെ കുറിച്ച് ചോദിക്കുന്നു, നീ എന്ത് ഗെയിം കളിച്ചു എന്ന് ചോദിക്കുന്നു. ബിഗ് ബോസ് റിവ്യൂവർ ആയടേ നീ. അപ്പൊ സായി പുറത്തിറങ്ങിയ സമയത്ത് പതിവ് പോലെ തന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ അവർക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, അതായത് പറയാത്ത കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ, അതായത് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയാത്ത കാണാത്ത കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റൊരാടുത്ത് ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ചോദ്യങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ സായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ബിഗ് ബോസിൽ വിജയിയെ തീരുമാനിക്കുന്നത് ബിഗ് ബോസിലെ ആൾക്കാരാണ് എന്ന് അഖിൽമാരാർ പറഞ്ഞല്ലോ. ഒന്നും ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത കാര്യങ്ങളാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെ വലിയ മാസ രീതിയിൽ അത് പുള്ളി എങ്ങനെയാണോ ജയിച്ചത് എന്ന് പുള്ളിയോടൊന്ന് പോയി ചോദിക്കൂ. അറ്റ്ലീസ്റ്റ് അവൻ പറയണം, ഇത് ഞാൻ എന്താണ് പുള്ളി പറഞ്ഞതെന്ന് കേൾക്കാത്തിടത്തോളം അതിന് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറയണം. അതിനുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവണം. പൊതുവെ ഇവനതിന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. കാരണം ഇവൻ ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു രീതിയിലും ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു ബോധവും ഇല്ലാതെ വന്നിരുന്നിട്ട് വെറുതെ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ വായി തോന്നുന്നത് പറഞ്ഞിട്ട് അതിലൂടെ വരുമാനം സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് അഭിപ്രായം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് സായിയുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നീ ഒന്ന് പോയി കേൾക്കുക, കേട്ടതിന് ശേഷം മറുപടി പറയാൻ ശ്രമിക്കുക. അഖിലിൻ്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. കൃത്യമായിട്ട് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അഖിൽ എവിടെയാണ്, എങ്ങനെയാണ് പറഞ്ഞത്? അഖിൽ പറഞ്ഞത് തന്നെയാണോ? ഇനി അഖിൽ പറഞ്ഞതാണെങ്കിൽ അഖിലിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ അഖിലായത് അങ്ങനെയാണോ? ഇത്രയേ ഉള്ളൂ. അതിലൊരു കോമൺ സെൻസ് വേണം. ഒരു മനുഷ്യന് കോമൺ സെൻസ് വേണം. അതിൽ ഈഗോ വെച്ചിട്ട് കാര്യങ്ങൾ എടുക്കരുത്, മനസ്സിലായ? ഈഗോ തലയിൽ വെച്ചിട്ട് മറ്റേ എന്താ പറയുക, ഈഗോ കൊണ്ട് തലയിൽ കയറ്റിയിട്ട് അവനാരുടെ എന്നെ പറയാൻ എന്നുള്ള സാധനം വരരുത്. വന്നിറങ്ങി എന്നോട് ചോദിച്ചു, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. പിന്നെ നീ മീഡിയക്കാരെ നീ മറ്റവരാക്കല്ലേ, മനസ്സിലായ? ഇതേ മീഡിയക്കാരൊക്കെ തന്നെയാണ് ഏറ്റിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് നടക്കുന്നതും ഇനി നടക്കാനുള്ളതൊക്കെ. ഇനി അവരെ വില കുറച്ചുള്ള അടി അടിക്കാതെ, അത് വളരെ മോശം പരിപാടി. സംഗതി ഞാൻ വളരെ കൃത്യമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിലിരുന്നിട്ട്. എനിക്ക് അഖിൽ അങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അഖിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അഖിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഖിലിനോട് ചോദിക്കണം, അഖിൽ അങ്ങനെയാണോ ആയത് എന്നുള്ളത്. നീ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ നില ചുമ്മാ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് അവർ എന്നോട് പറഞ്ഞ കള്ളത്തരം, മനസ്സിലായില്ലേ? ഞാനതിന് കൃത്യമായിട്ടൊരു ഉത്തരവ് കൊടുത്തത്. അപ്പം നിങ്ങൾ അയാളോട് പോയി ചോദിക്കുക. അപ്പം അങ്ങനെ ഒരു ചോദ്യം നീ ചോദിച്ചിട്ടില്ല, അവർ കയ്യിൽ നിന്ന് എടുത്താണെന്നുണ്ടെങ്കിൽ അവർ നിന്നോടൊന്നും ചോദിക്കില്ലല്ലോ. സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്ത് പോലും ഇല്ല ആ സാധനം. അപ്പോൾ തന്നെ മനസ്സിലായില്ല അവന്മാർ കയ്യിൽ നിന്ന് എടുത്തിട്ടതാന്നുള്ളത്. അല്ലാതെ അയ്യോ എന്നെ പറഞ്ഞു ഇവൻ ആരുടെ എന്നെ പറയുന്നത്, ഇവനെ പിടിച്ച് കുറച്ച് തേക്കാം. ഇതിനിടയിലും വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ അഖിൽമാരാർ, താങ്കൾ ഈ സീസൺ ഒന്നും കാണാത്ത അഖിൽമാരാർ എങ്ങനെടേ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നു ഒന്നും കാണാതെ? കബഡി നിരത്തിയ അഖിൽമാരാർ സീസൺ? അതോ മറ്റേ ഇലയിൽ കറുപ്പ് തേച്ചിരുന്ന് മഷിനോട്ടക്കാരെ പോലെ ഇരുന്ന് കണ്ട ഈ സീസൺ? അതോ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിങ്ങളുടെ 6th സെൻസ്? നമ്മൾ വായ്ത്താളടിച്ച് ഒന്നിനെ കുറിച്ചും വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളുടെ, നമ്മൾ നോട്രഡാമസ് ഒന്നും അല്ലല്ലോ ഭാവി പ്രവചിക്കാൻ വേണ്ടിയിട്ട്. താങ്കൾ അങ്ങനെയൊക്കെയാണല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പറഞ്ഞു വയ്ക്കും, പിന്നെ വന്നിട്ട് അത് കറക്റ്റ് ആകുമ്പോൾ ദയ്യോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വരും. സീസൺ മുന്നേ കണ്ടാ? അതോ സീസൺ നമ്മളറിയാതെ നിങ്ങളാണോ ഡയറക്റ്റ് ചെയ്തേ അളിയാ? അഖിൽമാരാണ് ആയിരുന്ന? അല്ല, പറയാൻ പറ്റൂല. ഇപ്പം ബാക്കിൽ അങ്ങേരാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ എൻ്റെ കളിയൊക്കെ. പിന്നെ ഇനി രണ്ടാമതൊരു കാര്യം, സായി തന്നെ അതിൽ പറയുന്നു, സായിക്ക് എന്തോ ഫിസിക്കലി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സായിയുടെ ഒരു അറിവിന് വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ സീസണിൽ
17ാമത്തെ ദിവസം മുതൽ കഠിനമായ ബ്ലീഡിങ് ഉണ്ടാവുകയും 54ാമത്തെ ദിവസം എത്തുന്ന സമയത്ത് 12.5 കിലോ കുറഞ്ഞ ഒരാളാണ് ഞാൻ. 12.5 കിലോ ശരീരത്തിൽ നിന്നും. ഞാൻ അകത്തുനിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ടായ സാഹചര്യം പോലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളാണോ എനിക്ക് എന്നുള്ള സംശയം ഞാൻ അകത്ത് വെച്ച് ഷിജി ചേട്ടനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ്. അസുഖത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ അഖിൽമാരോട് ഐ റെസ്പെക്ട്. അഖിൽമാരാർക്ക് വന്ന അസുഖം എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം ഞാനും അതേ അസുഖത്തിൻ്റെ ഒരു സ്റ്റേജിലൂടെ, അതും അല്ലെങ്കിൽ അതിൽ കൂടുതൽ അഖിൽമാരാർക്ക് ഒരു അസുഖം ഉള്ള ഒരു സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് വളരെ സിവിയറായിട്ടുള്ള 1, 2, 3 അസുഖങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയും ആ ഒരു സംഗതി കാണിച്ചിട്ട് അങ്ങനെ എന്താ പറയുക ഒരു ഗെയിമിലും അലസിയിട്ടില്ല. പലപ്പോഴായിട്ട് ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വേ ഓഫ് പ്ലേയിങ് ഉണ്ട്. ഞാനതിൽ വരുന്ന ടാസ്കിൻ്റെ ലൂപ്പൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ഈ ടാസ്ക് വേറെ രീതിയിലേക്ക് കളിക്കാം, അല്ലെങ്കിൽ എനിക്കെങ്ങനെ കളിക്കാൻ പറ്റും, എനിക്ക് ആ രീതിയിൽ കളിക്കാൻ പറ്റുമ്പോൾ ഞാൻ അങ്ങനെ കളിച്ചിട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ പിന്നെ എന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്ത്, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യായിരുന്നു. അപ്പോൾ ഉള്ളവർക്ക് എന്നെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാമായിരുന്നു. ഗെയിമിൻ്റെ തിങ് അതൊക്കെ വേറെയാണ്. പക്ഷെ ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ എഫേർട്ടും അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒട്ടും വയ്യാതെ ഇരുന്നിട്ട് പോലും ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ TTF കളിച്ചത്. അതിന് മുമ്പ് ഞാനും സിജോ അപ്സരയും കൂടി ഞങ്ങൾ ടണൽ റൂമിൽ ഞങ്ങൾ പേവാട് എന്നാണ് പറഞ്ഞിരുന്നത്. ഈവൻ മറ്റേ ഇതിൻ്റെ ടാസ്കിൽ, നമ്മുടെ ബോണസ് പോയിൻ്റ് ടാസ്കിൽ ഞങ്ങൾ സെക്കൻഡ് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ, ഫിസിക്കലി വയ്യാത്ത എല്ലാവരും അതിനകത്ത്. സിജോൻ്റെയൊക്കെ ജേണി ഭയങ്കര ഇൻസ്പയറിങ് ആണ്. വയ്യാത്ത ഒരുപാട് പേര് അതിനകത്ത്, നിനക്ക് വയ്യാത്തതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് പേർക്ക് വയ്യാത്തവരുണ്ടായിരുന്നു. പൂജ അൺഫോർച്ചുനേറ്റ്ലി പോയി, സിബിൻ അൺഫോർച്ചുനേറ്റ്ലി പോയി. സോ ഇവിടെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ എന്താ പറയുക, ഒരാളുടെ വയ്യായിക എന്താണെന്ന് മനസ്സിലാക്കുക മിസ്റ്റർ അഖിൽമാരാണ് നിങ്ങൾ ആ ഒരു ജേണി കഴിഞ്ഞ് വന്ന ഒരാളല്ലേ. ഞാൻ ചുമ്മാ വന്നിരുന്ന് പറയില്ലല്ലോ എൻ്റെ ഇങ്ങനെയാണെന്നുള്ളത്. എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ പേടിയാവുന്നു കണ്ണാടിയിൽ ഇപ്പം എന്നെ കാണുമ്പോൾ. സോ ഞാൻ വെയിറ്റ് ലോസിൻ്റെ പ്രശ്നം എനിക്കുണ്ട്, എനിക്ക് ഡിസ്ക് ബൾജിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് കാൽ നെർവിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് ഫിസ്റ്റുല ഒരു കൈൻഡ് ഓഫ് ഫിഷർ പോലെ ഭയങ്കര എടേ നീ അനുഭവിച്ച എല്ലാ സീനുകളും ഉണ്ടടേ ഏകദേശം, അതിലും കൂടുതലുണ്ട്. എന്നിട്ടും ഞാനും കളിച്ചിട്ടുണ്ട് ഗെയിം, സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ. മനസ്സിലായ? നീ തന്നെ പല സ്റ്റേജിലും പറഞ്ഞു നിന്നേക്കാൾ ബെറ്റർ സ്പോർട്സ്മാൻ ആണ് ഞാൻ എന്നൊക്കെ നീ തള്ളി വിട്ടിട്ടുണ്ട്. നീ അപ്പം പിന്നെ കാര്യം കാണാൻ എന്നും വിളിച്ച് പറയുന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ആശാൻ അങ്ങനെ അടിയാം, ഭാരം നോണ അടിച്ച് കളയും. മനസ്സിലായ? വൻ നോണ. നമ്മൾ പിന്നെന്താ അറിയോ, ഇവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു കുറച്ചൊക്കെ. ഏതൊരു ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇവൻ കൊച്ചിയിൽ വെച്ചെങ്ങാണ്ട് മീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ. തള്ളണി ആശാൻ, വൻ തള്ള്. ഞാനിവന് കൊച്ചിയിൽ വെച്ചൊന്നും കണ്ടില്ല. ഞാൻ ബിഹൈൻഡ് വുഡിൽ നിന്ന് അവിടെ നിന്നാണ് ഈ മുതലിനെ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് മറന്നുപോയി ആശാൻ തള്ളിയത്. ഇത് ബിഹൈൻഡ് വുഡിൽ നിന്നാണ് കെട്ടിപ്പിടിച്ചിട്ടാൾ നീ ഇത്ര വണ്ണൊക്കെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് വർത്താനാണ് പറയുന്നത്, അപ്പുറത്ത് ഇൻ്റർവ്യൂ പോയിട്ട് അവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ ഏതൊരു ഇൻ്റർവ്യൂ തള്ളിയിട്ട് ഇപ്പുറത്ത് കപ്പടിച്ച് മറ്റേ വിന്നറായി വന്നിട്ട് പറയുക അവിടെ നീ നേരിട്ട് കാണോ എത്ര തടിയൊക്കെ ഉണ്ടോ, നീ ഇത്ര ഇങ്ങനെയാണോ എന്നൊക്കെ. ഇതാണ് അഖിൽമാരാര് ബേസിക്കലി. മനസ്സിലായ? പോണ വണ്ടിക്ക് ഒരു ഉന്ത്, പോണ വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ സെൽഫ് അടിച്ചിട്ട് പോവും, ആ വണ്ടിക്ക് ഇങ്ങനെ തന്നെ കടന്ന് ഉന്തു. പകലിന് അറിയാം കൃത്യസമയം എവിടെയാണ്, ഒരു സീസൺ എങ്ങനെ പോകുന്നു, ആ സീസണിൻ്റെ കൃത്യസമയത്ത് എങ്ങനെ എന്തൊക്കെ പറയാം, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൈയടി കിട്ടാം എന്നുള്ളത്. പുറത്തും പ്രോപ്പർ ഗെയിമറാണ് അഖിൽമാരാർ. ഐ റിയലി അപ്രിഷിയേറ്റ്. നല്ലതാണ് അഖിൽമാരാറുടെ കളി, നല്ലതാണ്. പക്ഷെ അഖിൽമാരെ മനസ്സിലാക്കേണ്ട ഒരു കളി, അഖിൽമാരാർ കളിക്കുന്ന പോലെ തന്നെ എല്ലാവരും കളിക്കണമെന്നില്ല. ദെയർ ആർ ഡിഫറൻസസ്. ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യന്മാരാണ്, ഡിഫറൻസുകളുണ്ട്. ഓക്കെ, നീ കളിച്ച കളി എനിക്ക് കളിക്കണമെന്നില്ല, എനിക്ക് ഡിഫറൻറ്റ് കളി കളിക്കാം. പിന്നെ വായ്ത്താളം, സീക്രട്ട് ഏജൻറ്റ്, അത് ഞാൻ ആരൊക്കെ എങ്ങനെ പിടിച്ചിട്ടും കാര്യമില്ല, അത് ഇവിടെ തന്നെ കാണും. അത് പേഴ്സണൽ ലൈഫിലേക്ക് വരില്ല, അത്രയേ ഉള്ളൂ. സായി കൃഷ്ണൻ, സീക്രട്ട് ഏജൻറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. രണ്ട് എൻറ്റിറ്റി ആയിരിക്കും. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്നൊരു സ്പേസിലേക്ക് ഞാൻ ഈ ഇരിക്കുന്ന സീക്രട്ട് ഏജൻറ്റിനെ ഞാൻ കൊണ്ടുവരില്ല. മനസ്സിലായോ? നിൻ്റെ ഈ ഒരു കേസിൽ ഇതല്ല, ഇതിലും പഴയൊരു സീക്രട്ട് ഏജൻറ്റിൻ്റെ മോഡിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സാധനങ്ങൾ വെച്ചടിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഓഡിറ്റിംഗ് കൂടി കളിക്കാം. നീ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഞാനും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ആ സെൻസിൽ എടുത്താൽ മതി. എന്തായാലും സീസൺ കഴിയാനായി. സീസൺ കഴിഞ്ഞ് വിന്നറൊക്കെ വരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിന്നർ, അടുത്തൊരു രാജാവോ രാജ്ഞിയോ ആരെങ്കിലുമൊക്കെ ആവട്ടെ. ഇനി സീസൺ ബിഗ് ബോസ് ഷോ മസ്റ്റ് ഗോ ഓൺ. ഷോ ആണെല്ലാം, നമ്മളാക്കുന്നത് ഈ ഷോ ആണ്. സോ റെസ്പെക്ട് ദാറ്റ് ഷോ ആൻഡ് മൂവ് ഓൺ. ദാറ്റ്സ് ഇറ്റ്.